വക്രബന്ധായഥ വിഭവത പ്രസ്ഥിതസ്യോത്തരാസാം സൗദോത്സംഗ പ്രണയ വിമുഖോ മാസ്മഭൂരുജ്ജയിന്യാ വിദ്യുദ്ധാമ സ്ഫുരിതചകിതൈ തത്ര പൗരാംഗനാനാം ലോലാപാംഗൈര്യധിനരമസേ യോജനൈ വഞ്ചിതോസി. മകളുടെ കവിതയൊക്കെ കേട്ട് ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവം? എന്താണ് മകളെ നമ്മുടെ കേരള 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്കൃതോത്സവത്തിൻ്റെ ഭാഗമായി പദ്യം ചൊല്ലൽ, ഹയർ സെക്കൻഡറി പദ്യം ചൊല്ലൽ സംസ്കൃതം, കാളിദാസൻ്റെ മേഘസന്ദേശം, അതിൻ്റെ തുടക്കത്തിലുള്ള വരികളാണ് ഞാൻ ചൊല്ലിയത്. കൂടെ അവിടെ ചൊല്ലിയ വരികളാണ് മകൾ ചൊല്ലിയത്. ഞാനും കാരക്കോണം PPMHSലെ സംസ്കൃത അധ്യാപകനാണ്. എനിക്ക് നാട്ടിൽ നിന്ന് പോയി വരാനുള്ള ദൂരമുള്ളതുകൊണ്ട് ഒരു നന്നായി അത്യാവശ്യം മകളെ പഠിപ്പിക്കുന്ന 7ാം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ച എൻ്റെ പ്രിയ സഹധർമ്മിണിയാണ്. 7th വരെ സംസ്കൃതമായിരുന്നു ഞാൻ പഠിച്ചത്. ഞാനും കലോത്സവ വേദിയിൽ സംസ്കൃതം പദ്യം ചൊല്ലലുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ അതെനിക്ക് ആ ഒരു ഓർമ്മയുള്ളത് കാരണം മോളെ കുറച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. സംസ്കൃതം അത്യാവശ്യം വാക്കുകളൊക്കെ അറിയാവുന്നതുള്ളത് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഒരു സംസ്കൃത കുടുംബമാണെന്ന് തോന്നുന്നല്ലോ. സംസ്കൃത കുടുംബം തന്നെയാണ്. ഭാഷ എങ്ങനെയാണ് ചേച്ചിയെ കണ്ടെത്തിയത്? അറേഞ്ച്ഡ് മാരേജ് ആണ്. നമ്മൾ വന്നതിന് ശേഷമാണ് സംസ്കൃതമാണ് എന്നുള്ള കാര്യം പോലും മനസ്സിലാകുന്നത്. ഞാൻ സംസ്കൃതം പഠിച്ചു എന്ന് പോലും മനസ്സിലാക്കുന്നത് പിന്നെയാണ്. മോളെ എങ്ങനെയുണ്ട്? അച്ഛൻ്റെയൊക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അച്ഛൻ മാഷ് കൂടിയാണല്ലോ. വളരെ നല്ല സപ്പോർട്ടായിരുന്നു. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. രണ്ടുപേരും ടീച്ചേഴ്സായാലും അച്ഛനമ്മയായാലും എല്ലാവരും ഒരുപോലെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പാടിയത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഐറ്റം ഞാൻ ചെയ്യുന്നുണ്ട്. ഹാരാം സ്താരാം തരളകുടികാൻ കോടിഷഡ്ശംഖശുക്തി സസ്പശ്യാമാത്മരതകമണീനുന്മയൂഖപ്രരോഹാൻ. അച്ഛനെ പോലെ സംസ്കൃത അധ്യാപിക ആകണമെന്നതാണ് നന്ദനയുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.